സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി നമുക്ക് മുന്നിൽ ആഗതമായി കഴിഞ്ഞു. 2024 ആഗസ്റ്റ് മാസം 26 ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയെ വരവേൽക്കാൻ വേണ്ടി കേരളത്തിന് അങ്ങോളമുള്ള ബാലിക ബാലന്മാരും അതോടൊപ്പം തന്നെ യുവതികളും മുതിർന്നവരും എല്ലാവരും മനസ്സുകൊണ്ടിങ്ങനെ തുടിക്കുകയാണ് ആ ദിവസം ഒന്നാവാൻ വേണ്ടിയിട്ട്. ഈ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് നമുക്കറിയോ? കാലാകാലങ്ങളിൽ പലരും ചെയ്യുന്നു, നമ്മൾ അതും കണ്ടു ചെയ്യുന്നു. ശരിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ അന്ന് ഭഗവാന്റെ അവതാരം നടക്കുകയാണല്ലോ. ഈ അവതാരം നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ദിവസം ഭഗവാനെ കാത്തിരുന്നു കൊണ്ട് വ്രതമെടുത്ത് കാത്തിരിക്കുന്നു. ഭഗവാന് വേണ്ടിയുള്ള വ്രതമാണ്. സാധാരണഗതിയിൽ 2 തരത്തിലാണ് വ്രതമെടുക്കുക. ഒന്ന് നൊയമ്പായിട്ടെടുക്കും, 2 ഒരിക്കൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്, ഒരു ഉപവാസം. ഈ 2ഉം നമുക്കെടുക്കാം. പരമാവധി ശ്രീകൃഷ്ണനോട് അമിതമായി ഭക്തിയുള്ള അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നൊയമ്പാണ് എടുക്കുക. ഈ നൊയമ്പ് എടുക്കുന്ന ആൾക്കാരായാലും ഒരിക്കൽ എന്ന് വ്രതം എടുക്കുന്ന ആൾക്കാരായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷവും ആ വ്രതം തുടങ്ങേണ്ട സമയവും അവസാനിപ്പിക്കേണ്ട സമയവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനോടനുബന്ധിച്ച് മറ്റെന്തൊക്കെ ചടങ്ങുകളാണ് വേണ്ടത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നോക്കാം, എന്താണ് ശ്രീകൃഷ്ണ ജയന്തി, അല്ലെങ്കിൽ എപ്പോഴാണ് ശ്രീകൃഷ്ണ ജയന്തി എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും വേണ്ട. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർ ശ്രാവണ മാസത്തിലാണ് ഇത് ആഘോഷിക്കുക. ശ്രാവണ മാസത്തിലെ കറുത്ത പക്ഷത്തിൻ്റെ അന്ന്, കറുത്ത പക്ഷം എന്ന് പറഞ്ഞാൽ കൃഷ്ണപക്ഷം എന്ന് വെച്ചാൽ മൊത്തം ഇരുട്ടടച്ച് കിടക്കുന്ന ആ സമയം, ആ ദിവസം അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രവും ചേരുന്ന ആ സമയത്താണ് ഈ പറയുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം തുടങ്ങുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. കേരളത്തിൻ്റെ കലണ്ടർ പ്രകാരമാണെങ്കിൽ, മലയാളം കലണ്ടർ പ്രകാരമാണെങ്കിൽ ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ഒന്നിച്ച് വരുന്ന ആ സമയമാണ് ഇത് ആഘോഷിക്കുക എന്നർത്ഥം. അപ്പോൾ നമുക്കൊന്ന് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് ആഴത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ 2024 ആഗസ്റ്റ് മാസം 26 അന്നത്തെ ഉദയം എന്ന് പറയുന്നത് രാവിലെ 6:11 അന്നത്തെ അസ്തമയം എന്ന് പറയുന്നത് 6:46 അഷ്ടമി തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയോ? അന്നേ ദിവസം തന്നെ 26 പുലർച്ചെ ഉദയത്തിനേക്കാളും മുന്നേ 3:39 ഈ ഭഗവാന്റെ തിഥിയായിട്ടുള്ള അഷ്ടമി ആരംഭിക്കുന്നത്. അത് അവസാനിപ്പിക്കുന്നതോ പിറ്റേ ദിവസം 27 പുലർച്ചെ 2:20 തീർന്നു. ആ തിഥി അവിടെ തീർന്നു. എന്നാൽ രോഹിണി നക്ഷത്രം ഉദിക്കുന്നത് 26 ഉച്ച കഴിഞ്ഞ് 3:55 ഈ നക്ഷത്രം, രോഹിണി നക്ഷത്രം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ കലണ്ടറിൽ രോഹിണി എന്ന് കാണും, പക്ഷേ രോഹിണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഏകദേശം ഒരു 4 മണിയോട് അടുപ്പിച്ചാണ് ഈ രോഹിണി നക്ഷത്രം ഉദിക്കുന്നത്. അപ്പോൾ ആ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒന്നിച്ച്, അല്ലെങ്കിൽ അഷ്ടമിയാകുന്ന തിഥിയും ഒന്നിച്ചുണ്ടാകുന്ന സമയമാണ് വളരെ പ്രാധാന്യമുള്ളത്. അപ്പോൾ ആ രോഹിണി നക്ഷത്രം പിറ്റേ ദിവസം 27 ഉച്ചയ്ക്ക് ശേഷം 3:38 വരെ ഈ നക്ഷത്രം അങ്ങ് ഉദിച്ച് നിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ 27 ഉച്ച കഴിഞ്ഞ് ഏകദേശം 3:38 വരെ ഈ രോഹിണി നക്ഷത്രമാണുള്ളത്. അപ്പോൾ ഈ അവസരത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഘോഷങ്ങൾ നടത്തുന്നത്. എന്നാൽ വ്രതവും ഉപവാസവും എടുക്കുന്ന ആൾക്കാർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മം അവതാരം എടുക്കുന്നത് രാത്രി 12 മണിയാണ് എന്നുള്ള സങ്കല്പത്തിൽ
അതിന് തക്ക വിധത്തിലാണ് നമ്മൾ വ്രതവും ഉപവാസവും ഒക്കെ എടുക്കുന്നത്. അതെങ്ങനെയാണ്? ശ്രീകൃഷ്ണ ജയന്തിയുടെ വ്രതമെടുക്കുന്ന ആൾക്കാർ, ഭഗവാനെ വരവേൽക്കാൻ വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറാകുന്ന ആൾക്കാർ എന്ത് വേണമെന്ന് വെച്ചാൽ, ആദ്യം തലേ ദിവസം തന്നെ അതിന് മാനസികമായിട്ട് തയ്യാറാകണം. ആ ദിവസം തന്നെ വീട്ടിൽ നിന്നും മത്സ്യമാംസാദികളായ ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ അകറ്റി നിർത്തുക. എല്ലാം അടിച്ചു തുടച്ച് ശുദ്ധി ചെയ്യുക. വീടും പരിസരവും ശുദ്ധിയാക്കുക. പുണ്യതീർത്ഥം തെളിച്ച് അവിടെയൊക്കെ പരിശുദ്ധമാക്കുക. എന്നിട്ടോ അന്നേ ദിവസം ഈ മത്സ്യമാംസാദികളൊന്നും കഴിക്കരുത്. പിറ്റേ ദിവസം അത് ഭഗവാനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നർത്ഥം, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും. പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് തന്നെ ഉണരണം. എന്ന് വെച്ചാൽ ഈ കണ്ടീഷനിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പ്രകാരം അഷ്ടമിയുടെ തിഥി ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞു 3:55 അങ്ങനെയാണെങ്കിൽ ആ 3:55 മുതൽ തന്നെ ഉപവാസം അല്ലെങ്കിൽ വ്രതം അല്ലെങ്കിൽ നൊയമ്പ് എടുക്കുന്ന ആൾക്കാർ മാനസികമായി തയ്യാറെടുക്കണം. 3:55 മുതൽ അവിടെ മുതൽ ഭഗവാന്റെ തിഥി ആരംഭിച്ചു. എന്നിട്ടോ ആ തിഥിയിലൂടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയൊക്കെ വരുത്തി ആ ഭഗവാന്റെ മുന്നിൽ ദീപം തെളിയിക്കണം. ഭഗവാന്റെ നമ്മുടെ വീട്ടിൽ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ടാവാം, അതേപോലെ തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാവാം. ഇതിൻ്റെ മുന്നിൽ എന്ത് വെക്കണം? ഒരു നെയ്യൊഴിച്ച്, പശുവിൻ നെയ്യൊഴിച്ചിട്ടുള്ള വിളക്ക് കൊളുത്തി വെക്കണം. നമ്മുടെ സകല ദുരിതങ്ങളും ഈ നെയ്യ് പോലെ ഉരുകിത്തീരട്ടെ എന്നുള്ള ഒരു സങ്കല്പത്തിലാണ്. ഭഗവാനെ വിളിച്ചാൽ ഉറപ്പാണ്. ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും പരീക്ഷണങ്ങളുണ്ടെങ്കിലും ഇവിടെ വളരെയേറെ ഗുണം ചെയ്യും ഭഗവാനെ. ആ കൃഷ്ണനെ ഉറക്കെ ആ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും അർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിത നിലവാരം തന്നെ എത്രയോ ഉയരത്തിലേക്കാവും. അപ്പോൾ അതൊക്കെ വേണ്ടി തന്നെയാണ് പലരും ഈ ഭഗവാനെ ഈ ഉപവാസവും നൊയമ്പും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ ഭഗവാന്റെ മുന്നിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിക്കണം. മാത്രവുമല്ല ആ ദിവസത്തിന് മുന്നേ തലേ ദിവസം തന്നെ ഈ കൃഷ്ണവിഗ്രഹമൊക്കെ തുടച്ച് ഫോട്ടോ ഒക്കെ തുടച്ച് ശുദ്ധമാക്കി വെക്കുകയും വേണം. എന്നിട്ടാണ് ഇത് ദീപം കൊളുത്തി മാലയോ പൂക്കളോ ഉണ്ടെങ്കിൽ ആ ഭഗവാന്റെ ബിംബത്തിന് മുമ്പിൽ വെക്കുക, മാലയാണെങ്കിൽ ചാർത്തി കൊടുക്കുക. ഇതിന് ശേഷം തൊട്ടടുത്ത ക്ഷേത്ര ദർശനം നടത്താൻ നമ്മൾ തയ്യാറാവണം. കൃഷ്ണക്ഷേത്രമില്ലെങ്കിൽ മറ്റേതാണോ ക്ഷേത്രമുള്ളത് ആ ക്ഷേത്രത്തിലേക്ക് പോകാം. ഉപവാസമാണ്. ഒരു വസ്തു കഴിക്കാൻ പാടില്ല, വെള്ളവും കുടിക്കാൻ പാടില്ല. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിനാണ് ഒരിക്കൽ എന്ന് പറയുന്നത്, ഒന്നും കഴിക്കാതിരിക്കുന്നതിനാണ് നൊയമ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒരിക്കലെടുക്കുന്ന ആൾക്കാർക്ക് ക്ഷേത്ര ദർശനത്തിന് വന്ന ക്ഷേത്രത്തിൽ കിട്ടുന്ന തീർത്ഥം സേവിക്കാം. അത് അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അമ്പലത്തിൽ കിട്ടുന്ന ത്രിമധുരം കിട്ടിയിരിക്കട്ടെ, അത് കഴിക്കാം. അത് ഭക്ഷണമല്ല, അത് ഭഗവാന്റെ പ്രസാദ. എല്ലാം ഭഗവാന്റെ പ്രസാദം തന്നെയാണ്. എന്നാൽ അത് ക്ഷേത്രത്തിൽ തരുന്നതുകൊണ്ട് അത് കഴിക്കുന്നതുകൊണ്ട് ദോഷമില്ല. പക്ഷേ അവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കാം. എന്ന് വെച്ചാൽ സ്വതവേ ഇല്ല. അത് അരിയുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഗോതമ്പിൻ്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും അവർ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണം ഏതാണോ അല്ലെങ്കിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് ഒരു നേരം കഴിക്കുക. പിന്നെ മറ്റൊരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. പിന്നെ ഭക്ഷണമില്ല. ഒരു നേരം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം. അതല്ലാതെ രാവിലെ കുറേ കഴിക്കുക, രാവിലെ പഴം കുറേ തിന്നുക, വൈകിട്ട് ഗോതമ്പ് കുറേ കഴിക്കുക, മറ്റൊന്ന് റവ കഴിക്കുക, അങ്ങനത്തെ ഒന്നുമില്ല. അതങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് മൃഷ്ടാന ഭക്ഷണം, മൃഷ്ടാനം എന്നല്ല, ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കും. നൊയമ്പുകാരാണെങ്കിലോ ഒരു വെള്ളവും കുടിക്കില്ല, ഒരു ഭക്ഷണവും കഴിക്കില്ല. ഭഗവാന്റെ ജന്മത്തിന് വേണ്ടി, ആ ജന്മം നടക്കണമല്ലോ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ സ്വതവേ ആ ഭഗവാന്റെ ജന്മത്തിൽ ആ സമയത്ത് മഴ പെയ്യും. നമ്മളൊക്കെ കുഞ്ഞുനാൾ കാത്തിരിക്കാറുണ്ട്. കൃത്യം 12 മണി സമയത്ത് ഭഗവാൻ ജനിച്ചു എന്ന് പറയുന്ന ആ സമയത്ത് ഒരു ചാറ്റൽ മഴയെങ്കിലും ഉണ്ടാകും. ഈ സമയത്താണ് നമ്മൾ പാൽപ്പായസം വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവും, അത് കുടിക്കുകയാണ് ചെയ്യുക. എന്നാൽ നൊയമ്പെടുക്കുന്ന ആൾക്കാർക്ക് പൊതുവെ 2 തരത്തിലാണ് ആൾക്കാർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ സന്ധ്യയാകുമ്പോൾ ഈ നൊയമ്പ് അങ്ങോട്ട് മുറിക്കും. യഥാർത്ഥത്തിൽ സന്ധ്യക്കല്ല മുറിക്കേണ്ടത്. ഭഗവാന്റെ അവതാരം എടുത്ത് ജന്മം എടുക്കുന്ന സമയം വരെ ഒരു ഭക്ഷണവും കഴിക്കാതെ ഇരിക്കണം എന്നുള്ളതാണ് കറക്റ്റ്. ഒരു ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടത് ഭഗവാന്റെ അവതാരം എടുക്കുന്ന സമയത്താണ്. എന്നാൽ നമ്മൾ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സന്ധ്യ ആകുമ്പോൾ തന്നെ അവരെന്തെങ്കിലും പാനകമോ ഇളനീരോ മറ്റെന്തെങ്കിലും വെച്ചിട്ട് അവരത് കുടിച്ചും കൊണ്ട് ആ നൊയമ്പ് അവിടെ തീർക്കുന്നു. എന്ന് വെച്ചാൽ രാവിലെ തുടങ്ങി സന്ധ്യ വരെ എന്നുള്ളത്. യഥാർത്ഥത്തിൽ വേണ്ടത് എങ്ങനെയാണ്? ആ ഭഗവാന്റെ അവതാരം എടുക്കുന്ന സമയം വരെ, ആ 12 മണി വരെയാണ് ചെയ്യേണ്ടതെന്നർത്ഥം. എന്തോ ആവട്ടെ. അപ്പോൾ ഈ
നോയമ്പോ വ്രതമോ ഒക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയിലേക്ക് വരുന്നത്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആരെക്കുറിച്ചും ഒരു കുറ്റവും പറയാൻ പാടില്ല. എല്ലാവരോടും സ്നേഹത്തോടു കൂടി മാത്രം സംസാരിക്കാം, ഒരാളെയും കുറ്റപ്പെടുത്തരുത്, എല്ലാവരോടും സ്നേഹത്തോടു കൂടി പറയണം. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാം തന്നെ മാധവനാണ് എന്നുള്ള ചിന്തയോടുകൂടി പെരുമാറുക. മാധവൻ എന്ന് പറഞ്ഞാൽ ആരാ? സാക്ഷാൽ കൃഷ്ണനാണ്. അപ്പോൾ അത് പക്ഷിയാവട്ടെ, മൃഗങ്ങളാവട്ടെ, ചെറിയ കൃമിയായാൽ പോലും എല്ലാ സജ്ജനങ്ങളായ എല്ലാ മനുഷ്യന്മാരും ആരായിട്ട് കണ്ട് സാക്ഷാൽ കൃഷ്ണനായിട്ട് കാണാൻ കഴിയണം. എന്നിട്ടോ അന്നേ ദിവസം നമ്മൾ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും തരത്തിലൊരു സേവനം ചെയ്യണം, സേവ. അങ്ങനെ ആ മാധവന് അല്ലെങ്കിൽ ആ മുന്നിലുള്ള ആ മനുഷ്യന് നമ്മൾ സേവ ചെയ്യുകയാണെങ്കിൽ, മൃഗങ്ങൾക്ക് സേവ ചെയ്യുകയാണെങ്കിൽ, പക്ഷികൾക്ക് സേവ ചെയ്യുകയാണെങ്കിൽ, മറ്റു ജീവജാലങ്ങൾക്ക് സേവ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരെയാണ് സേവിക്കുന്നത്? സാക്ഷാൽ നാരായണനെയാണ് സേവിക്കുന്നത് എന്ന ഭാവത്തിൽ സേവിക്കുകയാണെങ്കിൽ അന്ന് ചെയ്യുന്നതിന് വളരെയേറെ പുണ്യമാണെന്നാണ് പറയുന്നത്. അന്നത്തെ ദിവസം നിങ്ങൾ പരമാവധി ദൈവികമായ ചിന്തയിലേർപ്പെടുക. നമ്മുടെ മുന്നിലുള്ളതെല്ലാം ഈശ്വരനാണെന്നുള്ള സങ്കല്പത്തിൽ അവരെ പൂജിക്കുക. എങ്ങനെ പൂജിക്കേണ്ടത്? ആവശ്യക്കാർക്ക്, ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ടില്ലാതാക്കി കൊടുത്തുകൊണ്ടുള്ളതാണ് അവരൊക്കെയുള്ള പൂജ. രക്തം വേണ്ടി വരുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അവർക്ക് രക്തം കൊടുത്തിട്ട് ഭഗവാനെ എനിക്ക് ഇങ്ങനെയാണല്ലോ ഇന്ന് ഇത്തവണ ഭഗവാനെ പൂജിക്കാനുള്ളൊരു അവസരം ഉണ്ടായതെന്ന് സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് ആ രക്തം കൊടുക്കുന്നു. ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ അന്നത്തെ ദിവസം 2 പൊതി ഭക്ഷണമെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മൾ അവർക്ക് അല്ലെങ്കിൽ ആവശ്യക്കാരെ കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെയാണല്ലോ ഭഗവാനെ അങ്ങയെ സേവിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് എന്നുള്ള സന്തോഷത്തിൽ വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ പണമായിട്ടും വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും ഏതാണോ രക്തമായിട്ടാണോ എന്താണോ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അതാണ് ഏറ്റവും വലിയ മാധവസേവ. ഏറ്റവും വലിയ കൃഷ്ണന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. സേവനം വെച്ചാൽ ഭഗവാനെ സേവിക്കുവാനുള്ളൊരു അവസരം കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിൽ ആ ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമ്മൾ ഇത്തരത്തിൽ പൂജ ചെയ്യണം. തീർന്നിട്ടില്ല. അന്നത്തെ ദിവസം നമ്മൾ എന്താ വേണ്ടതറിയോ? ഭഗവാന്റെ നാമങ്ങൾ പരമാവധി ഉച്ചരിക്കുക, ഭഗവാന്റെ മന്ത്രങ്ങൾ പരമാവധി ജപിക്കുക. വിഷ്ണു സഹസ്രനാമം നമ്മൾ ജപിക്കുക അന്നത്തെ ദിവസം. ഭാഗവതം പാരായണം ചെയ്യുക അന്നത്തെ ദിവസം. കൃഷ്ണഗാഥ പാരായണം ചെയ്യുക അന്നത്തെ ദിവസം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു മാസത്തിന്, ശ്രാവണ മാസത്തിന് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഈ ഒരു മാസമാണ് നമ്മൾക്ക് ബലരാമൻ്റെ ജയന്തിയാവുന്നു, അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ ജയന്തി വരുന്നു, അതുപോലെ തന്നെ പരശുരാമൻ്റെ ജയന്തി വരുന്നു, വാമനമൂർത്തിയുടെ ജയന്തി വരുന്നു. അതാണല്ലോ നമ്മൾ തിരുവോണമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുണ്യമാസമാണ് ഈ പറയുന്ന ശ്രാവണ മാസം അല്ലെങ്കിൽ ചിങ്ങമാസം. അപ്പോൾ ഈ ചിങ്ങമാസത്തിൽ നമ്മൾ ഈ പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ജയന്തി ദിവസം ആദ്യത്തെ ഇതാണ് ഇത് വരുന്നത്. ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമ്മൾ ഏതെങ്കിലും പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി ഗുണം ലഭിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ആ ഒരു കാര്യം ചെയ്താൽ 100 ഇരട്ടി ഗുണം കിട്ടും. നമുക്ക് അങ്ങനെ ഗുണം കിട്ടാനാണല്ലോ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിവസം പൂർണ്ണമായിട്ടും നമ്മൾ ആ ഭഗവാന്റെ ചിന്തയിൽ, ഭഗവാന്റെ സ്മരണയിൽ നമ്മൾ ഇങ്ങോട്ട് ആറാടുക. എല്ലാത്തിനെയും ഭഗവാനാണ് എന്ന് അങ്ങോട്ട് ചിന്തിക്കുക. ഏത് മുന്നിൽ വരുന്നത് സ്ത്രീയാവട്ടെ, പുരുഷനാവട്ടെ, കുട്ടിയാവട്ടെ, പട്ടിയാവട്ടെ, പൂച്ചയാവട്ടെ, ആനയാവട്ടെ, എന്തൊക്കെ ജീവജാലങ്ങളാണോ വരുന്നത് അതെല്ലാം ഭഗവാൻ തന്നെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഭഗവാനെ സേവിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുക. സേവിക്കാനാണ്, സഹായിക്കാനല്ല. അപ്പോൾ അതിന് വേണ്ടുന്ന വെള്ളമാണെങ്കിൽ വെള്ളം കൊടുക്കുക, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം കൊടുക്കുക. എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം ഭഗവാന്റെ ചൈതന്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് കരുതി ആ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ഒന്നുമില്ലെങ്കിൽ നാരായണ നാരായണ എന്നോ അല്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നെങ്കിലും നമ്മൾ ജീവിക്കുക. ഒന്നും അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഭഗവാന്റെ അഷ്ടോത്തരിയുണ്ട്, അതൊക്കെ ജീവിക്കാം. അങ്ങനെ ആ ഒരു ദിവസം നമ്മൾ കൃത്യമായിട്ട് ആഘോഷിക്കും. ഇത് കൂടാതെ വൈകിട്ട് സന്ധ്യാവേളയിൽ നമ്മൾ ആ ഭഗവാന്റെ അവതാരം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തുക, അവിടെ എത്തിയിട്ട്. എന്നിട്ട് അവിടെ ഭജനകളിലും കീർത്തനങ്ങളിലും നമ്മൾ കൂട്ടമായി ചേർന്ന് കീർത്തനങ്ങളും ഭജനകളും പാടുക. ഇന്ന് നമ്മൾക്ക് പിന്നെ സമയം പോകാൻ വേറെ
പണികളൊന്നും ഇല്ലാണ്ട് ഇഷ്ടംപോലെ വഴികളുണ്ട്. കാരണം പ്രധാനമായിട്ടും ഇന്ന് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം കേരളത്തിൻ്റെ തെരുവീഥികളെ മുഴുവൻ തന്നെ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് കൊച്ചു കുട്ടികൾ, ബാലികാ ബാലന്മാർ അവർ ഉണ്ണിക്കണ്ണൻ്റെയും ഗോപികമാരുടെയും ഒക്കെ വേഷം കെട്ടിട്ട് തെരുവുകളെ അങ്ങ് അമ്പാടിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നിർവൃതി അതിൽ പങ്കെടുക്കുന്ന ആൾക്കുണ്ട്, അത് കാണുന്ന ആൾക്കാർക്കുണ്ട്. എത്ര വലിയ ഈശ്വരവിശ്വാസി അല്ലാത്ത ആൾക്കാരായാലും ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ ഉള്ളിലുമുണ്ടൊരു ചൈതന്യം, അവരുടെ ഉള്ളിലുമുണ്ടൊരു ഭക്തി. അവർ പുറത്ത് പ്രകടമാക്കുന്നില്ല എന്നുള്ളൂ. സമൂഹത്തിനെ ഭയന്നിട്ടോ അല്ലെങ്കിൽ നേതാക്കന്മാരെ ഭയന്നിട്ടോ ആരെയത് പേടിച്ചിട്ടാണെന്നറിയില്ല, അവരത് പ്രകടമാക്കുന്നില്ല എന്ന് മാത്രം. പക്ഷെ അവരുടെ ഉള്ളിലും ആ ഒരു ചെറിയൊരു കണികയുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കതൊരു വിഷയമേ അല്ല. കാരണം രാവിലെ മുതൽ തന്നെ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ച് ഈ കുട്ടികളുടെ ഈ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ആ ദിവസം രാത്രി 12 മണി വരെ അവർക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. മുഴുവൻ തന്നെ ആ ഭഗവാന്റെ ചിന്തകളിൽ മുഴുകിയിട്ടാണുള്ളത്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യണം? ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം അതീവ ഗംഭീരമാക്കുക. നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായിട്ടും ഭഗവാനിൽ അർപ്പിക്കുക. ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തിയിൽ ഞാൻ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ കണ്ട് ആ ഭഗവാനെ സേവിക്കുവാനുള്ള ഒരു പുണ്യ ദിവസമാക്കി മാറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചും കൊണ്ട് തുടക്കം കുറിക്കുക. ഏതായാലും എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി നവവത്സര ആശംസകൾ. മറ്റൊരു വീഡിയോയുമായി മറ്റൊരവസരത്തിൽ വരാം. എല്ലാവർക്കും